നമസ്കാരം, ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം. ഫോൺ കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടിവി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ചെറുകര ഉന്നതിയിൽ ഗ്രാമവികസനോത്സവം നടത്തി. ചെറുകര ഉന്നതിയിൽ സംഘടിപ്പിച്ച ഗ്രാമവികസനോത്സവത്തിന്റെ ഉദ്ഘാടനവും നിർമ്മാണം പൂർത്തിയാക്കിയ സാംസ്കാരിക നിലയത്തിന്റെ സമർപ്പണവും PS സുപാൽ MLA നിർവഹിച്ചു. കുളത്തൂപ്പുഴ ലൈഫ് PMAY പദ്ധതിയിലൂടെ 90 പേർക്ക് വീടും ബസ്സും നൽകി. 14 കോടി രൂപയുടെ വികസന നേട്ടം കൈവരിച്ച ചെറുകര ഉന്നതിയിൽ നാട്ടുകാരൊന്നിച്ച് ഗ്രാമവികസനോത്സവം നടത്തി. ഇതോടനുബന്ധിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ സാംസ്കാരിക നിലയത്തിന്റെ സമർപ്പണവും ചെറുകര സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ PS സുപാൽ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ലൈല ബീവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് T തുഷാര, ജില്ലാ പഞ്ചായത്ത് അംഗം K അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, വൈസ് പ്രസിഡന്റ് KC ജോസ്, അംഗം EK സുധീർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ചന്ദ്രകുമാർ, TDO വിധു മോൾ, ഊരുമൂപ്പന്മാരായ രവികുമാർ, അപ്പുക്കുട്ടൻ കാണി, മൂപ്പത്തി ശകുന്തള തുടങ്ങിയവർ പ്രസംഗിച്ചു. ചാനൽ ന്യൂസ്, കുളത്തൂപ്പുഴ. അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പരത്തും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും. ഞാൻ ദീർഘമായൊരു സംസാരത്തിലേക്ക് ഈ അവസരത്തിൽ പോകുന്നില്ല. നമ്മുടെ സർക്കാരിന്റെ ഒരു കരുതൽ എല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി നമ്മുടെ നാട്ടിലെ ഏറ്റവും അർഹരായിട്ടുള്ള 60 ലക്ഷത്തിലധികം ആളുകൾക്ക് അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ 1600 ആണെങ്കിൽ അത് 2000 രൂപയായി 400 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് 2000 രൂപ ആക്കുന്ന പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നടത്തി. അത് വരുന്ന നവംബർ മാസം 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള മറ്റേ പെൻഷനോ മറ്റാനുകൂല്യങ്ങളോ ഒന്നും കിട്ടാത്ത സ്ത്രീകളെ സംബന്ധിച്ച് വളരെ വിഷമകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അത്തരം കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് 1000 രൂപ വീതം കൊടുക്കാനുള്ള പ്രഖ്യാപനം കൂടി മുഖ്യമന്ത്രി നടത്തി. അതുപോലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് റബ്ബറിന്റെ താങ്ങുവില, നെല്ലിന്റെ സംഭരണ വില എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് കർഷകർക്ക് അനുകൂലമായിട്ടുള്ള പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി. അതുപോലെ തന്നെ MP അടക്കം എല്ലാ ജനപ്രതിനിധികളും ഓഡിറ്റിങ്ങിന് വിധേയമാണ്. അതായത് ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക, ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ ശ്രമിക്കുക, നിരന്തരമായിട്ടുള്ള ഇടപെടൽ നാടിന്റെ വികസനത്തിന്, ജനങ്ങളുടെ ക്ഷേമത്തിന്, നാടിന്റെ പുരോഗതിക്ക്, സമസ്ത മേഖലകളുടെയും വളർച്ചയ്ക്ക്, വികസനത്തിന്, അങ്ങനെ ജനപ്രതിനിധികളുടെ ഒരു സാന്നിധ്യം ഈ വാർഡിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ചന്ദ്രകുമാർ ഇങ്ങനെ ഒരു വികസന രേഖ ധൈര്യപൂർവ്വം ഇറക്കാൻ പറ്റുമോ? ചെയ്യാതിരുന്നാൽ 15 കോടിയുടെ വികസനം എന്ന് പറഞ്ഞാൽ എവിടെ 15 കോടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാനത്തോട്ട് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഭൂമിയിൽ ചെറുകര വാർഡിൽ അതെല്ലാം നമ്മുടെ കൺമുന്നിൽ നിൽക്കുകയാണ്. അതാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊരു നല്ല തുടക്കമാണ്, നല്ല സമീപനമാണ്. ജനങ്ങളുമായിട്ട് ഏറെ ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയാകണം ജനപ്രതിനിധി. തീർച്ചയായും ഉദ്യോഗസ്ഥരും ആ നിലയിൽ ഉദ്യോഗസ്ഥർ പൊതുവെ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന പിന്തുണ നൽകുന്നവരാണ്. അപ്പോൾ കുറച്ചുകൂടി ജനകീയമായ ഓഡിറ്റിങ്ങിന് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും വിധേയരാകേണ്ടതുണ്ട്. പൂർണ്ണമായും ഉദ്യോഗസ്ഥന്മാരും വിധേയരായാൽ തീർച്ചയായും നമ്മുടെ നാട്ടിൽ വികസന ക്ഷേമ രംഗത്ത് ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് വലിയ മാറ്റമായി. ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചത് വളരെ സന്തോഷവും വളരെ അഭിമാനമായിട്ടാണ് ഞാനിവിടെ ഈ നിമിഷം ഈ വേദിയിൽ നിൽക്കുന്നത്. ഇന്ന് ഈ ഒരു വേദി ഒരുങ്ങാൻ വേണ്ടി ഇവിടെ ഈ ഒരു വികസന ഉത്സവം സംഘടിപ്പിക്കാൻ വേണ്ടി
നമ്മുടെ ചെറുകര നാടിന് ഇത്രയും വികസനങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു വേദിയിൽ ഇരിക്കുന്ന ജനപ്രതികളാണ് കാരണം. MLA അടക്കം ഇവിടെ ഇരിക്കുന്ന ജനപ്രതികളാണ് ഈ ചെറുകര നാടിന് ഇത്രയും വികസനം കൊണ്ടുവരാൻ കാരണമായവരാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷവും ഒരു അഭിമാനവും നമുക്കുണ്ട്. എന്നാലും അതിനകത്ത് ഒരു ചെറിയ വിഷമമുള്ള നമ്മുടെ മന്ത്രി ഇവിടെ ഇന്ന് എത്തിച്ചേർന്നില്ല. ഇവിടെ ആദരവ് നൽകുന്നതിന് വേണ്ടി പുറത്തുപോയ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി